നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണോ? അതിന് നിങ്ങൾ തീർച്ചയായും ഉത്തരം നൽകും. എന്നാൽ നിങ്ങളൊരു ഇന്ത്യക്കാരനാണെന്ന് സംശയമൊന്നുമില്ലാതെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അതിനെന്താ, എൻ്റെ കയ്യിൽ ആധാർ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, വോട്ടർ ID ഉണ്ട്, പാൻ കാർഡുണ്ട്, ഇതൊക്കെ പോരെ എന്ന്. എന്നാൽ ഈ രേഖകൾക്കൊന്നും നിങ്ങളുടെയോ എൻ്റെയോ അന്തിമമായ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യ ടുഡേയിൽ BB റാവു എഴുതിയൊരു ലേഖനത്തെ ആസ്പദമാക്കി നമുക്ക് ഈ വിഷയം ഒന്ന് പരിശോധിക്കാം. നമ്മുടെയൊക്കെ പേഴ്സിലുള്ള ഓരോ രേഖകളെ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഓഫീസ് ID കാർഡ് ഉണ്ടാകാം. ചിലപ്പോൾ 40 വർഷത്തെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം മുഴുവൻ അതിൽ അടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ അത് സർക്കാർ നൽകുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പൗരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ല. ഇനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമെടുക്കാം. ഇന്ത്യയിലെ നിരത്തുകളിൽ വാഹനമോടിക്കാൻ അത് നിങ്ങളെ അനുവദിക്കുന്നു, പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല. നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കാകട്ടെ നിങ്ങൾക്ക് ഇത്ര രൂപ വിലയുള്ള ഒരു കാറോ ബൈക്കോ ഉണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കാൻ മാത്രമുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പാൻ കാർഡിൻ്റെ കാര്യമെടുക്കാം. നമ്മൾ നികുതി അടയ്ക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖയാണിത്. രാജ്യത്തിൻ്റെ ഖജാനയിലേക്ക് നമ്മൾ പണം നൽകുന്നുണ്ട്, അതിലൂടെ ഉറപ്പിക്കാം. പക്ഷേ പാൻ കാർഡ് നമ്മളിൽ നിന്ന് വിവരങ്ങളും നികുതിയും വാങ്ങുന്നു എന്നല്ലാതെ തിരികെ നമുക്ക് പൗരത്വം നൽകുന്നില്ല എന്നതാണ് സത്യം. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വലിയ രേഖകളിലേക്ക് വരാം. ഒന്നാമതായി പാസ്പോർട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനാൽ പാസ്പോർട്ട് കൈവശമുണ്ടെങ്കിൽ താനും ഇന്ത്യക്കാരാണെന്ന് പലരും അഹങ്കരിക്കാറുണ്ട്. എന്നാൽ പാസ്പോർട്ട് എന്നത് വെറുമൊരു യാത്രാരേഖ അഥവാ ട്രാവൽ ഡോക്യുമെന്റ് മാത്രമാണ്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ അവസാന പേജിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണെന്ന്. അതായത് സർക്കാർ ആവശ്യപ്പെട്ടാൽ ഏതു നിമിഷവും അത് തിരികെ നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പാസ്പോർട്ടും ഒരു ഔദ്യോഗിക പൗരത്വ സർട്ടിഫിക്കറ്റ് അല്ല. അടുത്തത് ആധാർ കാർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത രേഖ. എന്നാൽ ആധാർ കാർഡിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് തിരിച്ചറിയൽ രേഖയാണ്, പൗരത്വ രേഖയല്ല എന്ന്. അതിനാൽ ആധാർ കാർഡും പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാനാകില്ല. പഴയ റേഷൻ കാർഡുകളും CGHS പോലുള്ള ആരോഗ്യ കാർഡുകളുമൊക്കെ പൗരന്മാർക്ക് ചില ആനുകൂല്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും നൽകാൻ മാത്രമുള്ളതാണ്, അല്ലാതെ പൗരത്വം തെളിയിക്കാനുള്ളതല്ല. ഇനി ജനന സർട്ടിഫിക്കറ്റോ CBSE സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റുകളോ നോക്കാം. 1987 മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും സ്വയമേവ ഇന്ത്യൻ പൗരനായി മാറുന്നു എന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിയിക്കുന്ന ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ പൗരത്വ രേഖയാകില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഇവിടെയാണ് നിയമത്തിൻ്റെ നൂലാമാലകൾ നമ്മെ കുഴപ്പത്തിലാക്കുന്നത്. ജനറൽ സർട്ടിഫിക്കറ്റ് എന്നത് ഇന്ത്യയിൽ പൗരത്വം അവകാശപ്പെടാൻ നിങ്ങളെ യോഗ്യനാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ പൗരത്വം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അന്തിമ സർട്ടിഫിക്കറ്റ് അല്ല. ഇനി ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ അവകാശമായ വോട്ടർ ID കാർഡ്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ പൗരത്വ നിയമങ്ങൾ അത്ര ലളിതമല്ല. അടുത്തിടെ സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് വോട്ടർ ID കാർഡ് നൽകാം. എന്നാൽ നിങ്ങളുടെ ഇന്ത്യൻ പൗരനാണെന്ന് നിയമപരമായി സർട്ടിഫൈ ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല. പൗരനാണെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ ഇന്ത്യയിലെ പൗരത്വം തെളിയിക്കുക എന്നത് ചക്രവാളത്തെ പിന്തുടരുന്നതിന് തുല്യമാണ്. അടുത്തേക്ക് എത്തിയെന്ന് തോന്നുമ്പോഴേക്കും അത് കൂടുതൽ അകലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ പൗരനല്ല എന്ന് തെളിയിക്കാൻ ഒട്ടേറെ നിർവചനങ്ങളുണ്ട്. എന്നാൽ ഞാനൊരു പൗരനാണെന്ന് തെളിയിക്കാൻ ഒരൊറ്റ കാർഡോ രേഖയോ ഇവിടെയില്ല. ദാരിദ്ര്യം എന്നത് ഒരു മാനസികാവസ്ഥയാണെന്ന് പണ്ട് രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പൗരത്വം ഒരു മാനസികാവസ്ഥയോ ഒരു നിയമപരമായ സങ്കല്പമോ മാത്രമായി മാറിയിരിക്കുന്നു. നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ ആളുകൾക്ക് അവർ ഇന്ത്യക്കാരനെ തെളിയിക്കാൻ യാതൊരു രേഖയുമില്ല. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കൈവശമുള്ള ഈ സർട്ടിഫിക്കറ്റുകൾക്കും അടിസ്ഥാനപരമായി പൗരത്വം അന്തിമമായി തെളിയിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു നികുതി എന്നൊക്കെ പറയുന്ന ഭരണകൂടം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് സംശയമില്ലാതെ തെളിയിക്കുന്ന ഒരൊറ്റ പൗരത്വ കാർഡ് നൽകാൻ മടിക്കുന്നത്? അവസാനമായി വളരെ രസകരമായ ഒരു വിരോധാഭാസം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ജനിച്ചു വളർന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പൗരത്വം തെളിയിക്കാൻ കൃത്യമായ രേഖയുമില്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന് പിന്നീട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ഗായൻ അദ്നാൻ സാമിയെ പോലെയുള്ള ആളുടെ കാര്യം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവർക്ക് ഇന്ത്യ കൃത്യമായി ഒരു സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ പൗരത്വ സാക്ഷ്യപത്രം നൽകുന്നുണ്ട്. അതായത് തലമുറകളായി ഇവിടെ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരനെ തെളിയിക്കാൻ പലവിധ രേഖകൾ കാണിച്ച് പാടുപെടുമ്പോൾ അദ്നാൻ സാമിയെ പോലെയുള്ളവർക്ക് അവരുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് എടുത്തു കാണിച്ചാൽ മതിയാകും. നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു? നിങ്ങളുടെ ഇന്ത്യക്കാരനാണെന്ന് ഉറപ്പിച്ചു പറയാൻ നിങ്ങളുടെ കയ്യിൽ പൂർണ്ണ രൂപത്തിലുള്ള എന്തെങ്കിലും രേഖയുണ്ടോ? ഈ ചോദ്യമാണ് ആ ലേഖനം ബാക്കി വയ്ക്കുന്നത്.